ഒരിക്കലുമല്ല. എന്നെ എൻ്റെ അമ്മയ്ക്ക് ശേഷം ആദ്യമായി എന്നെ ചേർത്ത് പിടിച്ചത് അങ്കിളാണ്. എനിക്ക് വേണ്ടി കുടുംബങ്ങളെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നതും അങ്കിളാണ്. ഇന്ന് അഭിമന്യു ദുർഗാദേവി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് അങ്കിളാണ് കാരണം. ഈ ലോകത്ത് എനിക്ക് ആരെക്കാളും കടപ്പാടും സ്നേഹവും ഉള്ളത് അങ്കിളിനോടാണ്. തൻ്റെ കണ്ണിലേക്ക് നോക്കി ധൈര്യത്തോടെ അതിലുപരി അഭിമാനത്തോടെ പറയുന്ന അഭിയെ കണ്ടപ്പോൾ ഇതുവരെ തന്നിൽ നിറഞ്ഞു നിന്ന ടെൻഷൻ കുറഞ്ഞതുപോലെ തോന്നി ഇന്ദ്രന്. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷം എനിക്ക് വേണ്ടി നീ ചിത്രയെ ഉപേക്ഷിക്കണം, എന്നിട്ട് ശ്രീദേവിയെ വിവാഹം കഴിക്കണം. അടുത്ത നിമിഷം ഗൗരവത്തോടെ തൻ്റെ മുഖത്ത് നോക്കി പറയുന്ന ഇന്ദ്രൻ്റെ വാക്കുകൾ അഭിയെ അസ്വസ്ഥനാക്കി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഇന്ദ്രനോട് അവന് ദേഷ്യം തോന്നി, അതിലുപരി വേദന തോന്നി. അങ്കിളിനോട് എനിക്ക് സ്നേഹവും ബഹുമാനവുമുണ്ട് എന്ന് കരുതി എനിക്ക് ചിത്രയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. അവളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാനാണ്, അല്ലാതെ ഈശ്വരമംഗലത്ത് ശേഖരനെ പോലെ പാതി വഴിയിൽ ഉപേക്ഷിക്കാനല്ല. അങ്ങനെ ഞാൻ ചെയ്ത ഞാൻ അയാളുടെ മകനായി പോകും. എനിക്ക് ശേഖരൻ്റെ മകനാകണ്ട, എൻ്റെ അമ്മയുടെ ദുർഗയുടെ മകനായാൽ മതി. ഇന്ദ്രൻ്റെ മുഖത്ത് നോക്കി വീറോടെ പറയുമ്പോൾ അഭിയുടെ മനസ്സിൽ ചിത്രയ്ക്കുള്ള സ്ഥാനം വലുതാണെന്ന് ഇന്ദ്രന് മനസ്സിലാക്കുമായിരുന്നു. എന്നാൽ പിന്നോട്ട് മാറാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. അതെ, നീ ദുർഗയുടെ മകനാണ്. അതുകൊണ്ട് തന്നെയാണ് അവളെ പോലെ നീയും പ്രണയത്തിൻ്റെ പേരിൽ ചതിക്കപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് അവളോടുള്ളത് പ്രണയം തന്നെ ആയിരിക്കാം, പക്ഷേ അവൾക്ക് നിന്നോടുള്ളത് ഒരു ഭ്രമമാണ്. നിന്റെ സൗന്ദര്യത്തോടും പണത്തിനോടും പദവിയോടുമുള്ള ഭ്രമം. അത് തീരുമ്പോൾ അവൾ നിന്നെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോകും. അന്ന് നിന്റെ അമ്മയെപ്പോലെ നീയും തകർന്നിരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. അവൻ്റെ മുഖത്ത് നോക്കി ഗൗരവത്തിൽ ഇന്ദ്രൻ പറയുമ്പോൾ മനസ്സ് നിറയെ രമ ഓതിക്കൊടുത്ത വിഷം തുപ്പുന്ന വാക്കുകളായിരുന്നു. ഇന്ദ്രൻ്റെ വാക്കുകൾ തൻ്റെ നിയന്ത്രണം തെറ്റിക്കുന്നെന്ന് തോന്നിയപ്പോൾ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു അവൻ. അല്ലെങ്കിലും ചവറ്റുകുട്ടയിൽ കിടക്കുന്നവൾക്ക് അത്രയൊക്കെ നിലവാരം ഉണ്ടാവുകയുള്ളൂ. ഏത് സ്വഭാവക്കാരിയായുള്ള സ്ത്രീ പ്രസവിച്ചതാണ് അവളെ എന്നറിയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ ജനിച്ച കുഞ്ഞാണ് അവളെങ്കിൽ ഒരിക്കലും അവളെ ഉപേക്ഷിക്കില്ലായിരുന്നു. ഏതൊപ്പി അങ്കിൾ! ഇത്തവണ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ അലറുകയായിരുന്നു അബി. അവൻ്റെ ചുവന്നു വന്ന മുഖവും തെളിഞ്ഞു നിൽക്കുന്ന ഞരമ്പുകളും അവൻ്റെ ഉള്ളിലെ കോപത്തിൻ്റെ അഗ്നിയെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ്റെ ആ രൂപത്തിൽ ഇന്ദ്രൻ പകച്ചുപോയി. ഇന്നോളം കാണാത്ത അവൻ്റെ ഈ ഭാവം അയാളെ അത്ഭുതപ്പെടുത്തി. അബി, മതി, ഇനി ഒരക്ഷരം അങ്കിൾ മിണ്ടരുത്. അവളുടെ അമ്മ ഏതു തരക്കാരിയാണെങ്കിലും അതെന്നെ ബാധിക്കുന്നതല്ല. എൻ്റെ ഭാര്യയെ എനിക്കറിയാം. അവളെ ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ പ്രണയിച്ചു ചതിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. 10-22 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി വിവാഹ വാഗ്ദാനം കൊടുത്ത് വഞ്ചിച്ചത് അങ്കിൾ മറന്നുപോയോ? അതിന് ഇടയില്ലല്ലോ. അങ്ങനെ മറന്നിരുന്നുവെങ്കിൽ അങ്കിൾ ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിച്ചേനെ. എന്തായാലും അതുപോലെ ഞാൻ ചെയ്യില്ല. ചിത്ര എൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, എൻ്റെ ഭാര്യയായി. ആ വാക്കിന് അഭിമന്യു മാറ്റി പറയണമെങ്കിൽ മരിച്ചുപോയ എൻ്റെ അമ്മ ദുർഗാദേവി എന്നോട് വന്ന് പറയണം. ഒരു നിമിഷം തൻ്റെ മുൻപിൽ നിന്ന് വീറോട് പറയുന്ന അഭിയുടെ വാക്കുകളിൽ തന്നെ കുടുങ്ങിക്കിടന്നു ഇന്ദ്രൻ. ആ കണ്ണുകൾ ചുവന്നു നിറഞ്ഞു. താൻ മറക്കാൻ ശ്രമിക്കുന്ന, എന്നാൽ ഒരിക്കലും തനിക്ക് മറക്കാൻ കഴിയാത്ത തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ. അഭിയുടെ വാക്കുകൾക്ക് മുൻപിൽ തറഞ്ഞു നിൽക്കുവാൻ മാത്രമേ ഇന്ദ്രനായുള്ളൂ. കാരണം അവൻ പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണ്. തന്നെ പ്രണയിച്ച് തനിക്ക് വേണ്ടി കാത്തിരുന്നവളെ അച്ഛന് വേണ്ടി ഉപേക്ഷിച്ചു. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു മനഃപൂർവ്വം മറന്നു. എന്നിട്ടിപ്പോഴും അവളെ മറക്കാൻ കഴിയാതെ സ്വയം ഉരുകി ജീവിക്കുന്നു. നിറഞ്ഞ കണ്ണുകൾ അമർത്തി അടച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. എന്നാൽ ഇന്ദ്രൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോഴാണ് അബിക്ക് താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയി എന്ന് തോന്നിയത്. 2 വിരൽ കൊണ്ട് നെറ്റിയിലൊന്ന് തിരുമ്മിക്കൊണ്ട് അബി കണ്ണുകൾ അമർത്തി തുടച്ച് ശ്വാസമെടുത്തു. അപ്പോഴേക്കും ഇന്ദ്രൻ തിരിഞ്ഞു നടന്നിരുന്നു. അങ്കിൾ, ഞാൻ... വേണ്ട, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. കൊടുത്ത വാക്ക് പാലിക്കാതെ അച്ഛനു വേണ്ടി അവളെ ഉപേക്ഷിച്ചത് എൻ്റെ തെറ്റാണ്. അതോർത്ത് ജീവിതകാലം മുഴുവൻ ഞാൻ വേദനിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എന്നോടുള്ള പ്രണയം സത്യമായിരുന്നു. അത് അവളുടെ കണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നിനക്ക് അവളോടുള്ള പ്രണയം അവൾക്ക് നിന്നോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അത് അങ്കിളുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ചിത്രയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തോടെ പറയുന്ന അഭിയെ നോക്കി ഇന്ദ്രൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അയാൾ ചെന്ന് നിന്നത് ജ്യൂസുമായി നിൽക്കുന്ന ചിത്രയ്ക്ക് മുൻപിലാണ്. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കാണെ ഇതുവരെ സംസാരിച്ചതെല്ലാം അവൾ കേട്ടിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി. ഉള്ളിലെവിടെയോ ഒരു ചെറിയ കുറ്റബോധം തോന്നിയെങ്കിലും അവൾക്ക് മുഖം കൊടുക്കാതെ അയാൾ മുന്നോട്ട് നടന്നു. സർ. പെട്ടെന്ന് ചിത്രയുടെ വിളി കേട്ടതും ഇന്ദ്രന്റെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. എന്നാൽ അപ്പോഴേക്കും നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ചിത്ര അയാൾക്കടുത്തേക്ക് പോയിരുന്നു. ഞാൻ കുപ്പത്തൊട്ടിയിൽ ജനിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണോ സർ? നിറഞ്ഞ കണ്ണുകളോടെ ഇടറുന്ന ശബ്ദത്തിൽ ചിത്ര ചോദിച്ചപ്പോൾ ഹൃദയത്തിലെവിടെയോ ഒരു നോവ് ഇന്ദ്രൻ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലോടെയാണ് അയാൾ അവളെ നോക്കിയത്. കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്നതാണ് അനാഥ എന്നും പിഴച്ചുണ്ടായവളെന്നും. പക്ഷേ ഇന്ന് സാർ എൻ്റെ അമ്മയെ പറഞ്ഞപ്പോൾ എന്തോ എനിക്ക് വല്ലാതെ നൊന്തു. അവരെന്നെ വളർത്തിയില്ല എങ്കിലും എന്നെ 10 മാസം ചുവന്ന് പ്രസവിച്ചവരാണ്. വേണമെങ്കിൽ കൊല്ലാമായിരുന്നിട്ടും അത് ചെയ്യാതെ എവിടെയെങ്കിലും ജീവിക്കട്ടെ എന്ന് കരുതിയവരല്ലേ. അതുകൊണ്ടായിരിക്കാം. പറയുന്നതിൻ്റെ കൂടെ അവളുടെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരുന്നു. അത് തുടച്ചുകൊണ്ട് വാക്കുകൾ എണ്ണിപ്പെറുക്കിയാണ് അവൾ പറയുന്നത്. എന്നാൽ അവളുടെ വാക്ക് കണ്ണുനീരിൽ തന്നെയായിരുന്നു ഇന്ദ്രന്റെ ശ്രദ്ധ. ആ കണ്ണുനീർ അയാളെ പൊള്ളിക്കുന്നത് പോലെ തോന്നി. അതുപോലെ ആ വാക്കുകളും. ഹൃദയത്തിൽ വല്ലാതെ വേദന അനുഭവപ്പെട്ടു അയാൾക്ക്. എന്നാൽ ആ കണ്ണുനീർ തുള്ളികളെ വകവയ്ക്കാതെ അവൾ സംസാരിച്ചു തുടങ്ങി. അർഹിക്കാത്തതാണ് ആഗ്രഹിച്ചത് എന്നറിയാം. മനുവേട്ടന് ഞാൻ ചേർന്നവളല്ലെന്നും അറിയാം. എന്നിട്ടും ആരുമില്ലാത്ത എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരാളെ കിട്ടിയപ്പോൾ എൻ്റെ കുറവുകൾ ഞാൻ മറന്നുപോയി. അർഹിക്കാത്തത് ആഗ്രഹിച്ചു പോയി. എല്ലാം എൻ്റെ തെറ്റാ. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങരുത്. ഞാൻ കാരണം സാറിനും മനുവേട്ടനും നഷ്ടങ്ങളൊന്നും ഉണ്ടാകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം തിരിച്ചു കിട്ടുമെങ്കിൽ, അഭിയേട്ടന് സന്തോഷം കിട്ടുമെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. ആർക്കും ഇനി ഒരു ശല്യത്തിനും വരില്ല. അത് പറഞ്ഞ് കണ്ണുകൾ തുറക്കുന്നവളെ ഇന്ദ്രൻ വേദനയോടെ നോക്കി. ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒറ്റപ്പെടലും വേദനയും അയാൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാരണം വർഷങ്ങളായി താൻ അനുഭവിക്കുന്നതും ഇതേ വിരഹവേദനയാണ്. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അവനോടുള്ള പ്രണയത്തിനു മുന്നിൽ താൻ സ്വയം ചെറുതാകുന്നുണ്ട് എന്ന് പോലും തോന്നി ഇന്ദ്രന്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അച്ഛൻ തന്നോട് ചെയ്ത അതേ ക്രൂരത തന്നെയാണ് താൻ ഇന്ന് അഭിയോടും ചെയ്യുന്നത്. അയാൾ തന്നെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് കണ്ണുകൾ മുറുക്കെ അടച്ചു. കുറച്ചു മുൻപ് വരെ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യുന്നൊരു തെരുവ് പെണ്ണിൻ്റെ സ്ഥാനമായിരുന്നു അയാളുടെ ഉള്ളിൽ ചിത്രയ്ക്ക്. എന്നാൽ ഇന്ന് തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ഈ പെണ്ണ് അഭിയുടെ ജീവിതത്തിലേക്ക് വരാൻ മറ്റാരെക്കാളും യോഗ്യയാണെന്ന് തോന്നിയ അയാൾക്ക്. രമ പറഞ്ഞതുപോലെ ഒരു പെണ്ണായിരുന്നു അവളെങ്കിൽ ഇത്ര ധൈര്യത്തോടെ തൻ്റെ മുൻപിൽ വന്ന് നിൽക്കില്ലായിരുന്നു. തൻ്റെ ധാരണകളെല്ലാം തെറ്റാണെന്ന് ഇന്ദ്രന് മനസ്സിലാക്കി. ഉള്ളിൽ കനൽ വീണ്ടും ആളിക്കത്തുന്നത് പോലെ തോന്നി ഇന്ദ്രന്. വേണ്ട, അഭിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മറ്റാരെക്കാളും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം പ്രണയം ത്യാഗം ചെയ്ത് എന്നെപ്പോലെ അവനും ജീവിതം വെറുത്തു പോണ്ട. ഞാൻ അനുഭവിക്കുന്ന വേദന എന്നിൽ തന്നെ അവസാനിക്കട്ടെ. നിങ്ങളെങ്കിലും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്ക്. ഇനി ഈ ആവശ്യം പറഞ്ഞ് നിന്റെയോ അവൻ്റെയോ മുൻപിലേക്ക് ഞാൻ വരില്ല എന്ന് പറയുന്നതിൻ്റെ കൂടെ ചിത്രയ്ക്ക് മുഖം കൊടുക്കാതെ പുറത്തേക്ക് പോയിരുന്നു അയാൾ. ഒരു നിമിഷം ആ വാക്കുകളിൽ പകച്ചു പോയിരുന്നു ചിത്ര. ബാൽക്കണിയിൽ നിന്ന് കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോകുന്ന ഇന്ദ്രന്റെ കാറിലേക്ക് നോക്കി നിൽക്കുവാണ് അഭി. കൂടെ തൻ്റെ കയ്യിലുള്ള സിഗരറ്റിൽ നിന്ന് ഇടയ്ക്കോരോ പഫ് എടുക്കുന്നുണ്ട്. കൈമുഷ്ടി ചുരുട്ടി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കുറച്ചു മുൻപ് ചിത്ര ഇന്ദ്രനോട് പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ ഉള്ളിൽ. ഞാൻ പൊയ്ക്കോളാം. ആർക്കും ഇനിയൊരു ശല്യത്തിനും വരില്ല. കണ്ണുകൾ മുറുക്കി അടച്ച് കയ്യിലുള്ള സിഗരറ്റിൽ നിന്നൊരു പഫ് കൂടെ എടുത്തു അവൻ. അതേസമയം തൻ്റെ കയ്യിലുള്ള ജ്യൂസുമായി ചിത്ര അഭിയുടെ അടുത്തേക്ക് പോയി. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ അടുത്തേക്ക്. പുറകിൽ ചിത്ര വന്നു നിൽക്കുന്നത് അറിഞ്ഞുവെങ്കിലും അഭി തിരിഞ്ഞു നോക്കിയില്ല. അവൻ്റെ മനസ്സിപ്പോഴും അവൾ കുറച്ചു മുൻപ് പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. താൻ വന്നു നിൽക്കുന്നത് അറിഞ്ഞിട്ടും അത് മൈൻഡ് പോലും ചെയ്യാതെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന അഭിയെ ചിത്ര ഒരു സംശയത്തോടെ നോക്കി. മനുവേട്ട. അവനിൽ നിന്ന് പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞപ്പോൾ ചിത്ര പതിയെ അവനെ ഒന്ന് വിളിച്ചു നോക്കി. പോകാനുള്ളതൊക്കെ എടുത്തു വെച്ചോ. എവിടേക്കാണെന്ന് വെച്ചാ ഞാൻ കൊണ്ടുവിടാം.
ഗൗരവത്തിൽ പറയുന്നതിൻ്റെ കൂടെ തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് ബാൽക്കണിയിൽ നിന്ന് താഴെ കൂക്കോടെ വലിച്ചെറിഞ്ഞ് അവളെ കടന്നു നടന്നു പോയിരുന്നു അവൻ. ഒരു നിമിഷം അവൻ്റെ പ്രവൃത്തിയിലാകെ പകച്ചു പോയിരുന്നു ചിത്ര. തിടുക്കത്തിൽ തന്നെ കടന്നു പോകുന്നവൻ 2 മിനിറ്റ് നോക്കി നിന്ന ശേഷം കയ്യിലുള്ള ജ്യൂസ് ടേബിളിൽ വെച്ച് അവന് പുറകെ പോയിരുന്നു അവളും. എന്നാൽ ചിത്ര അബിയുടെ അടുത്ത് എത്തുന്നതിന് മുൻപ് അവൻ്റെ കാറ് ആ വീടിന് പടി കടന്നു പോയിരുന്നു. മുൻപോട്ട് ചീറിപ്പാഞ്ഞു പോകുന്ന അബിയുടെ കാറിലേക്ക് നോക്കിക്കൊണ്ട് ചിത്ര പടിയിൽ തന്നെ ഇരുന്നു. ഇന്ദ്രൻ സാറ് പറഞ്ഞ വാക്കുകൾ തന്നെ അത്രത്തോളം വേദനിപ്പിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അദ്ദേഹം അബിയേട്ടനും തമ്മിൽ അകലാൻ താൻ കാരണമാവുമെന്ന് തോന്നിയപ്പോൾ താൻ മനുവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അദ്ദേഹത്തിനൊരു കുടുംബം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടക്കൂടുതൽ കൊണ്ട് പറഞ്ഞു പോയ വാക്കുകളാണ്. പക്ഷെ ആ വാക്കുകൾ ആ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചെന്ന് ഇപ്പോഴാണ് തനിക്ക് മനസ്സിലായത്. കണ്ണുകളടച്ച് പടിയിലേക്ക് ചാരിയിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ രണ്ടും മത്സരിച്ചൊഴുകി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെയും വിങ്ങുന്ന ഹൃദയത്തോടെയും മുറിയിലേക്ക് പോയി ആ ബെഡിലേക്ക് കമിഴ്ന്ന് കിടക്കുമ്പോൾ അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ഓർത്ത് അങ്ങേയറ്റം വേദനിക്കുന്നുണ്ടായിരുന്നു ചിത്ര. അവസാനം അബി പറഞ്ഞ വാക്കുകൾ മാത്രം മനസ്സിൽ. ഇനി തന്നെ വേണ്ടേ? വെറുത്തു പോയിട്ടുണ്ടാകുമോ? വേണ്ടാത്ത ചിന്തകളുടെ കൂടെ അവരുടെ കഴിഞ്ഞുപോയ സുന്ദര നിമിഷങ്ങൾ കൂടെ മനസ്സിലേക്ക് വന്നതും ആ ദുഃഖത്തിൻ്റെ ആഴം കൂടി. മനസ്സിൻ്റെ ഭാരവും വിശക്കുന്ന വയറും അവളെ വല്ലാതെ തളർത്തിയിരുന്നു. കരഞ്ഞു കരഞ്ഞെപ്പോഴോ ചിത്രയുടെ കണ്ണുകൾ അടഞ്ഞുപോയി. എന്നാൽ തന്നിൽ നിന്ന് അകന്നു പോകുന്നു അബിയുടെ ചിത്രം സ്വപ്നത്തിൽ അവളിലേക്ക് വന്നതും കണ്ണുകൾ ഞെട്ടി തുറന്നെഴുന്നേറ്റിരുന്നു അവൾ. തൻ്റെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുടച്ചു മാറ്റി അവൾ ഇരുന്ന് കിതച്ചു. പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്ത് അബിയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും അവൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സിൻ്റെ പിരിമുറുക്കം അവളെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. കണ്ണുകൾ ചുവന്ന് കലങ്ങി. പെട്ടെന്ന് കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അത് അബിയാകണയെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ചിത്ര താഴേക്കോടി. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ചിത്ര ഡോറ് തുറന്നു നോക്കിയത്. അവൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് അബിയായിരുന്നു. അവനെ കണ്ടപ്പോഴാണ് അവളുടെ ശ്വാസം ഒന്ന് നേരെ വീണത്. മനുവേട്ട, ഞാൻ. എന്നാൽ അവിടെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ നേരെ മുകളിലേക്ക് മുറിയിലേക്ക് പോയി. അവൻ്റെ ആ പ്രവൃത്തി അവളെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും അവൻ തിരിച്ചു വന്നതോർത്ത് അവൾക്ക് സമാധാനം തോന്നി. തൻ്റെ 2 കണ്ണുകളും തുടച്ച് ചിത്രയും അവന് പുറകെ പോയി. അബി തങ്ങളുടെ മുറിയിൽ കാണാതെ ആയതും ചിത്ര നേരെ ബാൽക്കണിയിലേക്ക് പോയി. അവിടെയും അബിയെ കാണാതായതും അവരിരിക്കാറുള്ള ആ ചെറിയ മുറിയിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് ചിത്രക്കുറപ്പായിരുന്നു. ഇതേ സമയം തൻ്റെ അമ്മയുടെ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. കുറച്ചു മുൻപ് തൻ്റെ മുൻപിൽ കരഞ്ഞു നിന്നവളുടെ മുഖം മനസ്സിലേക്ക് മിഴിവോടെ വന്നു. ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവളുടെ കണ്ണുകളിലെ വേദന തനിക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തതുപോലെ. പക്ഷേ മനസ്സ് നിറയെ ചിത്ര അങ്കിളിനോട് പറഞ്ഞ വാക്കുകളാണ്, അവൾ പൊയ്ക്കോളാമെന്ന്. അതോർക്കെ അവൻ്റെ ഉള്ളിൽ ദേഷ്യവും വാശിയും ഒരുപോലെ നിറഞ്ഞു നിന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ആരുടെയെങ്കിലും വാക്ക് കേട്ട് തന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള ബന്ധമേ ഉള്ളൂ അവൾക്ക് തന്നോട്. സ്വയം അവനോട് തന്നെ അത് ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളം പുകഞ്ഞോണ്ടിരുന്നു. കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് തൻ്റെ മാനസിക സമ്മർദ്ദം നിയന്ത്രിച്ചു അവൻ. മനുവേട്ട. പെട്ടെന്നിടറിയ ശബ്ദത്തോടെയുള്ള ചിത്രയുടെ ശബ്ദം കേട്ടതും ചിത്ര തൻ്റെ പുറകിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായിരുന്നു അവന്. പക്ഷെ അബി അത് കേൾക്കാത്തതുപോലെ അങ്ങനെ തന്നെ നിന്നു, അവളോടുള്ള വാശി പോലെ. എന്നാൽ തൻ്റെ ശബ്ദം കേട്ടിട്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നിൽക്കുന്ന അബിയെ കാണി അവൾക്ക് തൻ്റെ വേദന ഇരട്ടിക്കുന്നത് പോലെ തോന്നി. ഒന്നും ചിന്തിക്കാതെ അവന് പുറകിൽ നിന്ന് പുണർന്ന് ആ പുറത്ത് മുഖമർത്തി തേങ്ങുമ്പോൾ കുറച്ചു മുൻപ് പറഞ്ഞു പോയ വാക്കുകൾ ഓർത്ത് അത്രത്തോളം അവൾ പശ്ചാത്തപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പിന്നിൽ അവൾ വന്ന് അമരുന്നത് അറിഞ്ഞിട്ടും അബി തിരിഞ്ഞില്ല, അവളെ തടഞ്ഞതുമില്ല. എന്നാൽ അവളിൽ നിന്ന് ഉയർന്ന തേങ്ങലും തൻ്റെ ഷർട്ടിൽ പറ്റുന്ന അവൻ്റെ കണ്ണുനീരും അവനെ പൊള്ളിക്കുന്നത് പോലെ തോന്നി. സ്റ്റോപ്പ് ചിത്ര, കരച്ചിൽ നിർത്താൻ. താൻ പറയുന്നത് കേട്ടിട്ടും കരച്ചിൽ നിർത്താതെ കുറച്ചുകൂടെ ഉച്ചത്തിൽ കരയുന്നവളെ ഒന്ന് നോക്കി അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് തന്നോട് ചേർത്തു. ഇപ്പോൾ നീ എന്തിനാ കരയുന്നത്? നിനക്കല്ലേ എന്നെ വിട്ട് പോകണമെന്ന് പറഞ്ഞത്? എന്നിട്ടെന്താ പോകാഞ്ഞത്? അവൻ്റെ വാക്കുകൾ ചിത്രയെ വേദനിപ്പിച്ചു. ശാന്തമായാണ് ചോദിക്കുന്നതെങ്കിലും ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗൗരവം ചിത്ര തിരിച്ചറിഞ്ഞിരുന്നു. ഞാൻ എവിടേക്കും പോകില്ല. അബിയേട്ടനെ വിട്ട് പോകാൻ എനിക്ക് കഴിയില്ല.
അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു തേങ്ങലോടെ ചിത്ത പറയുമ്പോൾ അവളുടെ വലത്തെ കൈ പിടിച്ചൊന്നുകൂടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. അതെന്താ, നീയല്ലേ പറഞ്ഞത് പോകുവയാ എന്ന്? അവളുടെ കണ്ണിലേക്ക് നോക്കി അഭി അത് ചോദിക്കുമ്പോൾ അവനെ തന്നെ നോക്കി നിന്നു ചിത്ര. മനുവേട്ടൻ്റെ ഈ പിണക്കം പോലും സഹിക്കാൻ പറ്റാത്ത ഞാൻ എങ്ങനെയാ മനുവേട്ടനെ വിട്ടു പോകുക? എനിക്കതിന് പറ്റില്ല. ഇന്ദ്രൻ സാറിൻ്റെ സംസാരവും എൻ്റെ യോഗ്യതയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഏതോ ഒരു പൊട്ട ബുദ്ധിയിൽ അങ്ങനെ പറഞ്ഞു പോയതാ. ഇനി പറയില്ല, സത്യം. തൻ്റെ മുഖത്തേക്ക് നോക്കി തേങ്ങി പറയുന്ന ചിത്രയെ കണ്ടപ്പോൾ അഭിക്ക് പാവം തോന്നി. അവളെ ഒന്ന് നോക്കി ആ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു. വാ, എന്തെങ്കിലും കഴിക്കാം. അവൻ്റെ പ്രവൃത്തി അവളെ ഒന്ന് അമ്പരപ്പിച്ചു. കുറച്ചു മുൻപ് തന്നോട് ദേഷ്യപ്പെട്ട് നിന്നവനാണ്. ഇതൊന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിച്ചോ? അവനെ നോക്കി നിറഞ്ഞ കണ്ണോടെ വീണ്ടും ചോദിക്കുന്ന ചിത്രയെ അവനൊന്ന് നോക്കി. പിന്നെ ഒന്നും പറയാതെ അവളെ ചേർത്ത് പിടിച്ച് താഴേക്ക് പോയി. ഇരിക്ക്. ഡൈനിങ് ടേബിളിൽ ചിത്രയെ ഇരുത്തി അവൾക്ക് വേണ്ടി അവൻ തന്നെ ഓരോന്ന് വിളമ്പിക്കൊടുത്തു. ഇത്ര നേരമായിട്ടും ഒന്നും കഴിച്ചില്ലല്ലോ, കഴിക്ക്. അപ്പോഴും ഒന്നും മിണ്ടാതെ കണ്ണുമിഴിച്ച് ഇരിക്കുന്നവൾക്ക് നേരെ അവൻ ആദ്യത്തെ ഉരുള നീട്ടിയിരുന്നു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ചിത്ര ഒന്ന് പകച്ചുപോയി.